എന്താ രണ്ടുപേരും പ്രണയസല്ലാപത്തിലാണോ? ഞാൻ കട്ടൂറുമ്പായോ? ആ കഞ്ഞിങ്ങി തന്നെ വെറുതെ അച്ഛനെയും കൂടി കരയിക്കാനായിട്ട്. ഇങ്ങനെ കിടന്നാ മതിയോ? വേഗം എണീക്കണ്ടേ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അണ്ണാ, 1-2 വർഷത്തെ അല്ലേ, 7 വർഷത്തെ ആശുപത്രി, പൂജ, കാത്തിരിപ്പ്. അണ്ണാ, എൻ്റെ പെണ്ണുപിള്ളയുടെ മുഖത്ത് സന്തോഷം ഒന്ന് കാണണം. അരവിന്ദ, എടാ അച്ഛനാകുക എന്ന് പറയുന്ന എൻ്റെ ഒരു ഫീലുണ്ടല്ലോ. അതെങ്ങനെയാടാ? ചില നല്ല കാര്യങ്ങൾ നടക്കാൻ സമയമെടുക്കും. അതെ അണ്ണാ, നമ്മൾ മനസ്സറിഞ്ഞ ആരെയും ദ്രോഹിച്ചിട്ടില്ലല്ലോ. എവിടുന്ന്? പിന്നെ എന്നാലും നമ്മുടെ ജോത്സ്യനും കൂടി വേണമായിരുന്നല്ലേ? ജോത്സ്യനുള്ള പാട്ട് ഞാൻ വേറെ നടത്തും. എന്താ സംശയമുണ്ടോ? ഇത് കമലഹാസന്റെ ദിവസോ? നിങ്ങൾ അടി. ഇവന് ഇത്രയും സന്തോഷിച്ച് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. കൺഗ്രാറ്റുലേഷൻസ് കമലാസന. അച്ഛനാകുന്ന സന്തോഷം ആഘോഷിച്ചു കഴിഞ്ഞു നീ. എന്നാ പിന്നെ ഈ വീഡിയോ കൂടി കണ്ടു നോക്ക്. അപ്പോ ഇരട്ടി സന്തോഷാവും. കുട്ടികളുണ്ടാവാൻ വേണ്ടി എല്ലാ വ്യാഴാഴ്ചയും പ്രത്യേക പൂജ നടത്താൻ പോകുന്നു എന്ന് മാത്രമേ പൊട്ടനായ നിനക്കറിയൂ. ഒരു പാവം പെൺകുട്ടിയെ ചതിയിലൂടെ കീഴ്പ്പെടുത്തുമ്പോ നീ വിചാരിച്ചിരുന്നോ നിന്റെ ഭാര്യ നിന്നെ ചതിക്കൂന്ന്? എനിവേ, വൺസ് അഗൈൻ കൺഗ്രാറ്റ്സ്. നേരത്തെ വരാന്ന് പറഞ്ഞു പോയ ആളാ. അച്ഛനാകുമ്പോണ സന്തോഷത്തിലായതുകൊണ്ടേ ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ഞാൻ നല്ല പാൽപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്ലാസ്സിൽ എടുക്കണോ കിണത്തിൽ മതിയോ? ഇന്നിപ്പോ ഷുഗർ ഒന്നും നോക്കണ്ടെന്നേ. ഞാൻ എടുത്തിട്ട് വരട്ടെ. ഞാൻ വരാം. ഞാൻ കുളിച്ചിട്ട് വരട്ടെ. അണ്ണ
അകത്തേക്ക് കയറണ. ഇല്ലടാ, കയറുന്നില്ല. ഇന്ന് ഉച്ചയ്ക്കാണ് ജാമ്യം കിട്ടിയത്. ഇപ്പം ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കാൻ വേണ്ടി പലരെയും വിളിച്ച് ആരും അടുപ്പിക്കുന്നില്ല. ചെയ്ത കുറ്റത്തിന് കിട്ടിയതൊന്നും പോരാ എന്നായിരിക്കും ദൈവനിശ്ചയം. ജ്യോതിശാലയത്തിൻ്റെയാ. എന്താണ്? എനിക്കിനി ഇതുകൊണ്ടൊരു ഗുണവുമില്ല. പരിചയമുള്ള ബ്രോക്കർമാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് വിറ്റ് തരണം. അണ്ണാ, പിന്നെ ഇപ്പോഴത്തെ നമ്പർ വിളിച്ചാൽ എന്നെ കിട്ടില്ല. പുതിയ നമ്പർ കിട്ടുമ്പോൾ ഞാൻ നിലവിളിച്ചോളാം. പോട്ടേടാ. കഥയും കവിതയും നോവലുമെല്ലാം ജീവിതത്തെ ആവിഷ്കരിക്കാനാണ് ശ്രമിക്കുന്നത്. നല്ല സാഹിത്യം മാർക്കണ്ഡേയനെ പോലെയാണ്. അത് ചിരഞ്ജീവിയാണ്. ഒരു മരണത്തിനും അതിനെ മായ്ക്കാനാവില്ല, മറയ്ക്കാനാവില്ല. ഇന്നിവിടെ പ്രകാശിതമാവുന്ന വിവേക് വിശ്വനാഥിൻ്റെ തൂവാനം എന്ന കവിതാ സമാഹാരം ഗംഭീരമായ ഒരാത്മാവിഷ്കാരമായി ഞാൻ വിലയിരുത്തുന്നു. പ്രാവിനെ പോലെ നനുത്ത ഒരു പ്രണയലോകം ഈ കവിതകളിൽ അടയിരിക്കുന്നു. വിവേകിന്റെ ബന്ധുജനങ്ങളും മിത്രാദികളും കൂടിയിരിക്കുന്ന ഈ സദസ്സിൽ അദ്ദേഹത്തിന്റെ ടൈറ്റിൽ കവിതയായ തൂവാനം എന്ന കവിത ചൊല്ലിക്കൊണ്ട് ഞാൻ ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്നു. വാനം തൂവിയ നിറം കൊണ്ടെഴുതിയ കവിത നീ, ഏഴഴകിൻ വില്ലാൽ കുലച്ചോരുന്നം നീ, ഈ പ്രേമഭിക്ഷുവിൻ ദാനപാത്രം നിറച്ചോരന്നം നീ. നീ ഞാനാകുന്നു, ഞാൻ നീയും. എന്റെ ചിത്രം വരച്ചത് നീയാണെന്ന് എനിക്കറിയാം, നിന്റേത് ഞാനുമെന്ന്. എന്നാൽ നമ്മുടെ ചിത്രം ആരാണ് വരയുക? സന്തോഷപൂർവ്വം പ്രകാശിപ്പിക്കട്ടെ തൂവാനം. Excuse me. May I come in? സർ, എൻ്റെ പേര് ട്രീസ എന്നാണ്. ഒരു കേസിൻ്റെ കാര്യം സംസാരിക്കാൻ വന്നതാ. പറഞ്ഞോളൂ. എനിക്കൊരു കാര്യം പേഴ്സണലായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. എന്താണ്? ഇഫ് യു ഡോണ്ട് മൈൻഡ്, നമുക്ക് പുറത്തു പോയി ഒരു ചായ കുടിച്ച് സംസാരിക്കാൻ പറ്റുമോ? വൈ നോട്ട്? താങ്ക് യു സർ. മോളോ, ആ നിന്റെ ഫോൺ കളി ഇത്തിരി കൂടുന്നുണ്ടേ. ഒരു 10 മിനിറ്റ് അച്ഛാ. ശരി. അച്ഛനല്ലേ മോള്, ഫോൺ എങ്ങനെ മാറ്റി വെക്കാനാ? കോഫി എടുക്കട്ടെ? വേണ്ട, ഇനി ഡിന്നർ കഴിക്കാം. നീ കഴിച്ചോ? ഇല്ലില്ല, നമുക്കൊരുമിച്ച് കഴിക്കാം. ആദ്യം പോയി ഫ്രഷ് ആയിട്ട് വാട്ടാ.